ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡയമണ്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ലോക സമുദ്രങ്ങളെ പറ്റിയാണ്. ഓക്കെ, ലോക സമുദ്രങ്ങൾ നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാം. എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കണ്ടതിന് ശേഷം റിവിഷൻ ചെയ്യാനായിട്ട് 1x മാറ്റിയിട്ട് 1.5 2x ഇട്ട് റിവിഷൻ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രധാനമായും നമുക്ക് 5 ലോക സമുദ്രങ്ങളാണ് ഉള്ളത് അല്ലേ. പ്രധാനമായും 5 ലോക മഹാസമുദ്രങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് പസഫിക് സമുദ്രത്തെ പറ്റിയാണ്. ആകെ വിസ്തീർണം എത്രയാണ്? പസഫിക് സമുദ്രത്തിന്റെ ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പസഫിക് സമുദ്രത്തിന്റെ ആകെ വിസ്തീർണം എത്രയാണ്? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, ശരാശരി ആഴം എത്രയാണ്? 4280 മീറ്റർ. എത്രയാണ് ശരാശരി ആഴം? 4280 മീറ്റർ ആണ്. ഓക്കെ, ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന്റെ ആഴം എത്രയാണ്? അതായത് പസഫിക് സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന് എത്ര ആഴമുണ്ടെന്ന് ചോദിച്ചാല് 11,034. എത്രയാണ്? 11,034 മീറ്റർ. ശരാശരി ആഴം 4280 മീറ്റർ ആണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന്റെ ആഴം എത്രയാണ്? 11,034 മീറ്റർ ആണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണപ്പോ? അത് ചലഞ്ചർ ഗർത്താണ്. ഏതാണ്? ചലഞ്ചർ ഗർത്താണ്. ഏറ്റവും വലിയ മഹാസമുദ്രമാണ് നമ്മുടെ പസഫിക് സമുദ്രം. ഏറ്റവും വലിയ മഹാസമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രവും ഏതാണ്? പസഫിക് സമുദ്രമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം ഏതാണ്? അതും പസഫിക് സമുദ്രമാണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഏറ്റവും വലിയ മഹാസമുദ്രമാണ്, സമുദ്രങ്ങളിൽ ഏറ്റവും ആഴമുള്ള മഹാസമുദ്രമാണ്. നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് എവിടെയാണ്? പസഫിക്കിലാണ്. ഓക്കെ, റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖല റിംഗ് ഓഫ് ഫയർ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ് റിംഗ് ഓഫ് ഫയർ. ഏറ്റവും അധികം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? അതും പസഫിക് സമുദ്രമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ മഹാസമുദ്രമാണ് പസഫിക് സമുദ്രം. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. അതുപോലെ റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അതും പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത്? റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ളത് എവിടെയാണ്? അതും നമ്മുടെ പസഫിക് സമുദ്രത്തിലാണ്. ഇനി നമ്മുടെ ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ലോക വിസ്തൃതിയുടെ 1/3 ഭാഗവും ഏതാണ്? പസഫിക് സമുദ്രമാണ്. അപ്പൊ ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ലോക വിസ്തൃതിയുടെ 1/3 ഭാഗവും ആരാണ്? പസഫിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായിട്ടുള്ള താമോ മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായിട്ടുള്ള താമു മാസിഫ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിന്റെ ആ പേര് നൽകിയത് ഫെർഡിനാൻഡ് മഗലനാണ്. 1521 നമ്മുടെ ഫെർഡിനാൻഡ് മഗലനാണ് പസഫിക് സമുദ്രത്തിന് ആ ഒരു പേര് നൽകിയത്. അപ്പൊ ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ലോക വിസ്തൃതിയുടെ 1/3 പസഫിക് സമുദ്രമാണ്. ഏറ്റവും വലിയ അഗ്നിപർവ്വതം, ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായിട്ടുള്ള താമു മാസിഫ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ആ ഒരു പേര് നൽകിയത് ആരാണ്? ഫെർഡിനാൻഡ് മഗലനാണ്. ഓക്കെ, ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗം ചലഞ്ചർ ഗർത്തമാണ്, അല്ലെങ്കിൽ മറിയാന ട്രെഞ്ച് ആണ്. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് ചലഞ്ചർ ഗർത്ത് അല്ലെങ്കിൽ മറിയാന ട്രെഞ്ച്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പസഫിക് സമുദ്രത്തിലാണ്. ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? HMS ചലഞ്ചർ എന്ന ഗവേഷണ കപ്പലാണ്. അപ്പം ഏത് കപ്പലാണ്, അല്ലെങ്കിൽ എന്താണ് ആദ്യമായിട്ട് ചലഞ്ചർ ഗർത്തം കണ്ടെത്തിയത്? HMS ചലഞ്ചർ എന്ന ഗവേഷണ കപ്പലാണ്. ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകൻ ആരാണ്? ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകൻ ആരാണ്? ജെയിംസ് ക്യാമറൂൺ. നമ്മുടെ ടൈറ്റാനിക് സിനിമയുടെ സംവിധായകനായിട്ടുള്ള ജെയിംസ് ക്യാമറൂൺ ആണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തത്. ഓക്കെ, പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? പാപ്പുവ ന്യൂഗിനിയാണ്. അപ്പൊ ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗം ചലഞ്ചർ ഗർത്തം അല്ലെങ്കിൽ മറിയാന ട്രെഞ്ച് ആണ്.
നമ്മുടെ ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയത് HMS ചലഞ്ചർ എന്ന ഗവേഷണ കപ്പലാണ്. ജെയിംസ് കാമറൂൺ ആണ് ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകൻ. അതുപോലെ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? പാപ്പുവ ന്യൂഗിനിയ. ഓക്കെ, ഹവായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ ഈസ്റ്റർ ദ്വീപ്. ഈസ്റ്റർ ദ്വീപ് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഹവായ് ദ്വീപും പസഫിക് സമുദ്രത്തിലാണ്. ന്യൂസിലൻഡ്, ഗാലപ്പഗോസ് എന്നിവ സ്ഥിതി ചെയ്യുന്നതും പസഫിക് സമുദ്രത്തിലാണ്. ന്യൂസിലൻഡും ഗാലപ്പഗോസും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പസഫിക് സമുദ്രം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തെ പറ്റിയാണ്. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രത്തിന് എത്ര വിസ്തൃതിയുണ്ട്? 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. എത്രയാണ്? 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി. ഇതിന്റെ ശരാശരി ആഴം 3700 മീറ്റർ ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ശരാശരി ആഴം 3700 മീറ്റർ ആണ്. ഏറ്റവും കൂടിയ ആഴം എത്രയാണ്? അതായത് അവിടെ ഒരു ട്രെഞ്ച് ഉണ്ടായിരിക്കും, ഒരു ആഴമുള്ള ഭാഗം ഉണ്ടായിരിക്കും. അതിന്റെ ആഴം എത്രയാണ്? 8618 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന് എത്ര ആഴമുണ്ട്? 8618 മീറ്റർ ആഴമുണ്ട്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂറിറ്റോറിക്ക ഗർത്തം. ഏതാണ്? പ്യൂറിറ്റോറിക്ക ഗർത്തം. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിറ്റോറിക്ക ഗർത്തം. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്താകൃതിയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്? എസ് ആകൃതിയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? എസ് ആകൃതിയാണ്, നീണ്ട എസ് ആകൃതിയാണ്. ഓക്കെ, അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ്? പേരെളുപ്പമാണ്. മധ്യഭാഗത്ത് മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര. എന്താണ് മധ്യഭാഗത്തുള്ളത്? ഏതാണ്? മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ ഏകദേശ നീളം എത്രയാണ്? 14,000 കിലോമീറ്റർ. എത്രയാണ്? 14,000 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ആകെ വിസ്തൃതി, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 82.4 ചതുരശ്ര കിലോമീറ്റർ. ശരാശരി ആഴം 3700 മീറ്റർ. കൂടിയ ആഴം 8618 മീറ്റർ. ആ ആഴം കൂടിയ ഭാഗം ഏതാണ്? പ്യൂറിറ്റോറിക്ക ഗർത്തം. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എസ് ആകൃതിയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യത്തൂടെ കടന്നു പോകുന്ന പർവ്വതനിര ഏതാണ്? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയാണ്. അതിന്റെ നീളം എത്രയാണ്? 14,000 കിലോമീറ്റർ. ഓക്കെ, വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് എന്തിനുള്ളത്? അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ളത്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ളത്. എസ് ആകൃതിയിലാണ് നമ്മൾ പറഞ്ഞു. എസ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പൊ റിംഗ് ഓഫ് ഫയർ എവിടെയായിരുന്നു? പസഫിക് സമുദ്രത്തിലാണ്. അപ്പം മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ബർമൂഡ ട്രയാങ്കിൾ എവിടെ സ്ഥിതി ചെയ്യുന്നത്? അതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പം മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, ബർമൂഡ ട്രയാങ്കിൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആമസോൺ നദി പതിക്കുന്നത് എവിടെയാണ്? അതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആമസോൺ നദി പതിക്കുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. ടൈറ്റാനിക് ദുരന്തം നടന്നത് എവിടെയാണ്? അത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു പോയിന്റ് വരും. നമ്മുടെ സംവിധായകൻ, ടൈറ്റാനിക് സിനിമയുടെ സംവിധായകൻ ഏത് ട്രെഞ്ചിലാണ് ഒറ്റയ്ക്ക് സന്ദർശിച്ചത്? അത് ചലഞ്ചർ ഗർത്തം. അത് നമ്മുടെ പസഫിക് സമുദ്രത്തിലാണ്. എന്നാൽ ടൈറ്റാനിക് ദുരന്തം നടന്നത് ഏത് കടലിലാണ് അല്ലെങ്കിൽ ഏത് സമുദ്രത്തിലാണ്? അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഓക്കെ, അപ്പൊ ടൈറ്റാനിക് ദുരന്തം നടന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. ടൈറ്റാനിക് ദുരന്തം എന്നാണ് നടന്നത്? 1912 ഏപ്രിൽ 14. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ബർമൂഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ടൈറ്റാനിക് ദുരന്തം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ടൈറ്റാനിക് ദുരന്തം നടന്നത് എന്നാണ്? 1912 ഏപ്രിൽ 14. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം നമ്മൾ പറഞ്ഞു പ്യൂറിറ്റോറിക്ക ഗർത്തം അല്ലെങ്കിൽ പ്യൂട്ടോറിക്ക ഗർത്തം എന്നും പറയും കേട്ടോ. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? പ്യൂറിറ്റോറിക്ക ഗർത്തം അല്ലെങ്കിൽ പ്യൂട്ടോറിക്ക ഗർത്തമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാത ഏതാണ്? അത് നോർത്ത് അറ്റ്ലാന്റിക് പാതയാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാത എന്ന് ചോദിച്ചാൽ ഏതാണ്? നോർത്ത് അറ്റ്ലാന്റിക് പാതയാണ്. നോർത്ത് അറ്റ്ലാന്റിക് പാതയാണ്. ഓക്കെ, ഇനി നമ്മുടെ ചാളക്കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാളക്കടൽ അത് വടക്ക് അറ്റ്ലാന്റിക്കിലാണ് കേട്ടോ. ചാളക്കടൽ എവിടെയാണ്?
വടക്ക് അറ്റ്ലാന്റിക്കിലാണ്. കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതാണ്? സർഗാസോ കടലാണ്. കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് സർഗാസോ കടലാണ്. അതെവിടെയാണ്? അതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം ഏതാണെന്നാ പഠിച്ചത്? അത് പസഫിക് സമുദ്രമാണ്. തിരിഞ്ഞു പോരുത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രമാണ് നോക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിസ്തൃതി എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിസ്തൃതി എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ശരാശരി ആഴം എത്രയാണ്? എത്ര ആഴം? 3960 മീറ്റർ ആണ് ശരാശരി ആഴം. അപ്പൊ എത്രയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം? 3960 മീറ്റർ ആണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? വാർട്ടൺ ഗർത്തം. ഏതാണ്? വാർട്ടൺ ഗർത്തം. അതിന്റെ ആഴം 7725 മീറ്റർ ആണ്. ഓക്കെ, വാർട്ടൺ ഗർത്തത്തിന്റെ ആഴം എത്രയാണ്? 7725 മീറ്റർ ആണ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രവും ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. പ്രാചീന കാലത്ത് രത്നാകര എന്നാണ് ഇന്ത്യൻ മഹാസമുദ്രം അറിയപ്പെട്ടിരുന്നത്. അപ്പൊ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? രത്നാകര. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ ആണ്. അപ്പൊ മഡഗാസ്കർ ദ്വീപ് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. രത്നാകര എന്നാണ് ഇന്ത്യൻ മഹാസമുദ്രം അറിയപ്പെട്ടിരുന്നത്. 8ാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതാണ് മഡഗാസ്കർ. അപ്പൊ മഡഗാസ്കർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. 8ാമത്തെ ഭൂഖണ്ഡം എന്നതാണ് മഡഗാസ്കറിന് അറിയപ്പെടുന്ന പേര്. രത്നാകര എന്നതായിരുന്നു പ്രാചീന കാലത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പേര്. ഓക്കെ, ജാവ, സുമാത്ര എന്നീ ദ്വീപുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ജാവ, സുമാത്ര എന്നീ ദ്വീപുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ചെങ്കടൽ, അറബിക്കടൽ, പേർഷ്യൻ കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഏതൊക്കെയാണ്? ചെങ്കടൽ, അറബിക്കടൽ, പേർഷ്യൻ കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പ്രധാനമായും ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ കൂടുതലും ഉഷ്ണജല പ്രവാഹങ്ങളാണ്. എന്താ കാരണം? നിങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ചിന്തിക്കുക. എന്താണ്? നമ്മുടെ ഇക്വേറ്ററിന്റെ അടുത്തല്ലേ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്താണ്? ഒരു ഉഷ്ണമേഖലാ രാഷ്ട്രമാണ്. അപ്പൊ അവിടെ ചൂട് കൂടുതലായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ഉഷ്ണജല പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ, മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് ഏതെന്ന് പറയുന്നത്? സൂയിസ് കനാൽ. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? സൂയിസ് കനാലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളം ഏതാണ്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളത്തിന്റെ പേരെന്താണ്? ഡീഗോ ഗാർഷ്യ. എന്താണ്? ഡീഗോ ഗാർഷ്യ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങളാണ് മൊസാബിക്കും അഗുൽഹാസും. ഏതൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ? മൊസാബിക്ക്, അഗുൽഹാസ്. ഓക്കെ, ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയുടെ സ്ഥാനം എവിടെയാണ്? ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അന്റാർട്ടിക് സമുദ്രത്തെ പറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ സമുദ്ര ഉപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ട സമുദ്രമാണ് ഏത്? അന്റാർട്ടിക് സമുദ്രം. അപ്പൊ സമുദ്രത്തിന്റെ ഉപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ട സമുദ്രം ഏതാണ്? അത് അന്റാർട്ടിക് സമുദ്രമാണ്. ദക്ഷിണ സമുദ്രം എന്നതാണ് അന്റാർട്ടിക് സമുദ്രത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഓക്കെ, ദക്ഷിണ സമുദ്രം എന്നാണ് അറിയപ്പെടുന്നത്. ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പൊ അന്റാർട്ടിക് സമുദ്രത്തിന്റെ വിസ്തൃതി എത്രയാണ്? 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്നാണ് അന്റാർട്ടിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന ഏതാണ്? അന്റാർട്ടിക് സമുദ്രമാണ്.
തുറമുഖങ്ങളില്ലാത്ത സമുദ്രം ഏതാണ്? അന്റാർട്ടിക് സമുദ്രമാണ്. അവിടെ മൊത്തം ഫ്രീസായി കിടക്കുമല്ലേ, അപ്പൊ അതുകൊണ്ട് അവിടെ തുറമുഖങ്ങളില്ല. സമുദ്ര ഉപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അന്റാർട്ടിക് സമുദ്രത്തെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ആർട്ടിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രമാണ്. ഇതിന്റെ വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ആർട്ടിക് സമുദ്രത്തിന്റെ വിസ്തൃതി. ഈ ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന് 5180 മീറ്റർ ആഴമാണ് ഉള്ളത്. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന്റെ ആഴം എത്രയാണ്? 5180 മീറ്റർ ആണ്. ഇതിന്റെ ഷേപ്പ് നോക്കി വെച്ചേക്ക, ഡി ഷേപ്പ് ആണ്. ആർട്ടിക് സമുദ്രത്തിന്റെ ഷേപ്പ് എന്താണ്? ഡി ഷേപ്പ് ആണ്. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ആ ഒരു ഭാഗത്തിന്റെ പേരെന്താണ്? ആർട്ടിക് ബേസിൽ. എന്താണ്? ആർട്ടിക് ബേസിൽ എന്നതാണ് പേര്. അപ്പോൾ നമ്മൾ ലോക മഹാസമുദ്രങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു സെക്ഷനിൽ ഓഷ്യാനോഗ്രാഫിയുടെ ബാക്കി ഉണ്ടായിരിക്കും, ദ്വീപുകളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ 2 ക്ലാസ്സുകൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ബാക്കി ഉടനെ വരും. നമ്മൾ ഇടുന്ന ക്ലാസ്സുകൾ മാക്സിമം വേഗത്തിൽ തന്നെ നിങ്ങൾ കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.